ശ്രീ പി ജെ ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി സി വിഷ്ണുനാഥ്. സർ, ഈ ക്ഷേമനിധി ആരംഭിച്ചിട്ട് 3 വർഷവും 3 മാസവുമായി. എന്നിട്ടും ആകെ 18,337 പേര് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് ക്ഷേമനിധി ബോർഡുകളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ, പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൂചനയല്ലേ സാർ? ഒച്ചിൻ്റെ വേഗത പോലും ഉണ്ടായിട്ടില്ല സാർ. അപ്പോൾ 20 ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഒരു ക്ഷേമനിധിയിൽ 18,337 പേര് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നത് പരിശോധിച്ച് ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, ഈ കർഷകർക്ക് ഈ കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ? മിനിസ്റ്റർ. അല്ല, അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെയൊക്കെ ഉദാഹരണം ഞാനൊന്ന് പറയാം. ഞങ്ങളൊരു പുതിയ ക്ഷീരസ്വാതന്ത്ര്യം പദ്ധതി ഇപ്പോൾ കൊണ്ടുവന്നു. പുതിയതല്ല, കർഷകർക്ക് ഇൻഷുറൻസാണ്. ഞങ്ങൾ ആവത് നോക്കി എല്ലാ ക്ഷീരസംഗമങ്ങൾക്കും ബ്ലോക്കിൽ ചെല്ലുമ്പോഴും ജില്ലയിൽ ചെല്ലുമ്പോഴും പരമാവധി കർഷകരെ രജിസ്ട്രേഷൻ അവിടെ തന്നെ ആളിനെ ഇരുത്തുകയാണ്. പക്ഷേ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടി പയ്യാണ് ഇത് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ വകുപ്പിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കർഷകരെ നമുക്ക് ഈ രജിസ്ട്രേഷനിലേക്ക് കൊണ്ടെത്തിക്കുവാൻ MLA മാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.